എന്തായാലും ഈ 24 hours സാറ്റലൈറ്റ് ചാനലുകളുടെയൊക്കെ അവസ്ഥ, അവർക്കിപ്പോൾ ഒന്ന് ആൾക്കാരെ അവരെ ശ്രദ്ധിക്കണമെങ്കിൽ ഒരു യൂട്യൂബറോ ഒരു ഇൻഫ്ലുവൻസറോ ഒക്കെ വേണം. എന്തൊരു കഷ്ടമല്ലേ അവസ്ഥ. ഭയങ്കര കോംപ്ലക്സ് ആണ് ഇവർക്ക്. ഇവരാരും കാണുന്നില്ല അങ്ങനെയൊക്കെയുള്ളൊരു തോന്നലാണ് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോൾ ഓരോ ചാനലുകളിൽ ഓരോ ഡിബേറ്റ്സും കാര്യങ്ങളൊക്കെ വരാണെങ്കിലും അതിനകത്ത് ഇൻഫ്ലുവൻസേഴ്സ് സമൂഹത്തിന് മോശമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ, ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ആവശ്യമുണ്ടോ, സോഷ്യൽ മീഡിയയുടെ മോശം വശങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഡിബേറ്റ്സ് ഉണ്ട്. ഒരുമാതിരി അവർക്ക് എന്തൊക്കെയോ ഇൻഫ്ലുവൻസേഴ്സിൻ്റെയും യൂട്യൂബേഴ്സിൻ്റെയൊക്കെ മോശം സൈഡ് കാണിക്കണം എന്നുള്ളൊരു ഇൻറ്റൻഷനോട് കൂടി ഓരോ പരിപാടികൾ വയ്ക്കണമല്ലോ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒബ്വിയസ്ലി എല്ലാ കാര്യത്തിലും ബാഡ് ഇൻഫ്ലുവൻസും ഉണ്ടാവും, ഗുഡ് ഇൻഫ്ലുവൻസും ഉണ്ടാവും. പിന്നെ ഈ സോഷ്യൽ മീഡിയയിലെ മോശം ഇൻഫ്ലുവൻസേഴ്സ് കാരണം കൊണ്ട് മോശമായി പോകുന്നു ഞങ്ങളുടെ മക്കൾ എന്നൊക്കെ പറയുന്നവരോടാണ്, സോഷ്യൽ മീഡിയ ഇല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ മോശമാകത്തില്ലേ? ഇത് ഇൻഫ്ലുവൻസേഴ്സ് കാരണം മാത്രമല്ല, ഈ ഫോൺ എന്നുള്ള കാര്യം കയ്യിൽ കിട്ടുമ്പോൾ ഈ ലോകമാണ് നമ്മുടെ വിരൽത്തുമ്പിൽ വരുന്നത്. ആ സാധനത്തിൽ ഞാൻ എൻ്റെ ലാംഗ്വേജ് ബെറ്റർ ആക്കി എടുക്കുന്നതൊക്കെ ഈ ഫോൺ വഴിയാണ്. ChatGPT യൂസ് ചെയ്തും ഒക്കെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ അതിനകത്ത് നല്ലത് വേണോ ചീത്ത വേണോ എന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. അത് നമ്മുടെ കോമൺ സെൻസ് ആണ്. നമ്മുടെ കോമൺ സെൻസിൽ നമ്മളെ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും മോശമാക്കാൻ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം തന്നെ മോശമാവാനിരിക്കുക നിങ്ങളുടെ മക്കൾ. അങ്ങനെയാണെങ്കിൽ അവർ ഈ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല കേട്ടോ. അതിന് അത്ര വൃത്തികേടും അത്രയ്ക്ക് മോശമായിട്ടും ഈ ഫോൺ ഉപയോഗിക്കാൻ പറ്റും. അതിന് രണ്ട് വശമുണ്ട്. അത് ഈ ഫോണിന് മാത്രമല്ല, നമ്മളിപ്പം നിൽക്കുന്ന സമൂഹത്തിൽ ഫിൽട്ടർ ചെയ്ത് നമുക്ക് വേണ്ടത് എടുക്കാനുള്ള മെച്യൂരിറ്റി ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാനേ അർഹതയില്ല എന്നുള്ളതാണ്. കാരണം നമ്മളെ മറ്റുള്ളവർ മിസ്യൂസ് ചെയ്യും. നമ്മൾ എന്തെങ്കിലുമൊക്കെ അപകടത്തിൽ ചെന്ന് ചാടും അങ്ങനെ ജീവിച്ചാൽ. അപ്പം അത് സോഷ്യൽ മീഡിയയുടെ കേസിൽ മാത്രമല്ല, മൊത്തത്തിൽ നമ്മൾ എന്ത് ഇൻഫ്ലുവൻസ് ചെയ്യണമെന്ന് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. സോഷ്യൽ മീഡിയയോ ഇൻഫ്ലുവൻസേഴ്സോ അല്ല. നല്ല ഇൻഫ്ലുവൻസ് എടുക്കൂ, വേണ്ടാത്തത് കളയാം. നമുക്ക് വേണ്ടാത്തത് എടുക്കാതിരിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അല്ലാണ്ട് ഇനി അങ്ങോട്ടേക്ക് നല്ലത് മാത്രം എൻ്റെ മക്കളുടെ മുമ്പിൽ വരണം അങ്ങനെ ഒരു സംഭവം ഇല്ല. കാലമൊക്കെ മാറിപ്പോയി. അപ്പം എന്താ ആരാ നോക്കണ്ടേ? ഒരു കാര്യത്തെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നതിനേക്കാളും അതെങ്ങനെ ഉപയോഗിക്കണം എന്ന് പഠിപ്പിക്കുക. അതാ ഇനി പറ്റുള്ളൂ. അതാണ് റിയാലിറ്റി. അപ്പോൾ ഈ മെയിൻ സ്ട്രീം ചാനലുകൾ ഇങ്ങനെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ കോംപ്ലക്സ് അടിച്ച് നിങ്ങളുടെ വില തന്നെ കളയല്ലേ. കാരണം നമ്മൾ ഈ പ്രവാസികളൊക്കെ ആണെങ്കിലും കൂടുതലും മെയിൻ സ്ട്രീം ചാനലുകളെ ഡിപ്പെൻഡ് ചെയ്യാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്കത് ലാഭകരമല്ല. അതായത് നമ്മൾ ആഴ്ചയിൽ 1-2 ദിവസം വീട്ടിലിരിക്കുന്നത്, നമ്മൾ അതിന് വേണ്ടിയിട്ട് അത് പേ ചെയ്ത് കാണുക എന്ന് പറയുന്നത് അത് അത്ര പറ്റുന്ന കാര്യമല്ല. നമ്മൾ യൂട്യൂബും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോഴും നിങ്ങളുടെ ന്യൂസുകൾ നല്ല ന്യൂസുകളാണെന്നുണ്ടെങ്കിൽ നമ്മളത് കാണും. ഇപ്പം ഞാൻ കുറച്ചൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ഇൻഫ്ലുവൻസറിൻ്റെ കേസ്, ഒരു പെറ്റി കേസിനെ എടുത്ത് 1.5 വയസ്സായിട്ടുള്ള ഒരു കൊച്ചിനെ പീഡിപ്പിച്ച് ആക്കി കൊടുക്കാത്തൊരു ഹൈപ്പ് അതിന് കൊടുത്തല്ലോ. അതൊക്കെ കണ്ടപ്പോഴാണ് ഞാനതൊക്കെ അൺഫോളോ ചെയ്ത് അൺസബ്സ്ക്രൈബ് ചെയ്തൊക്കെ കളഞ്ഞത്. കാരണം ഈ പറഞ്ഞ ഇൻഫ്ലുവൻസേഴ്സൊക്കെ ഒരുപാട് നല്ല കാര്യത്തിന് വേണ്ടി അവർ നടക്കുന്നുണ്ട്. കുറേ പെൺകുട്ടികളുടെയും കുറേ അമ്മമാരുടെയും ഒക്കെ, അതായത് മോശം ഫോട്ടോസൊക്കെ യൂസ് ചെയ്യും. ഇത് അവരുടെയൊക്കെ പിക്ചേഴ്സൊക്കെ ഷെയർ ചെയ്ത് ഭയങ്കര മോശം രീതിയിൽ ഉപയോഗിക്കുകയും വിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളെ കുറിച്ച് വീഡിയോ ചെയ്യുകയും അതിൻ്റെ പിന്നാലെ നടക്കുകയും ചെയ്ത ഇൻഫ്ലുവൻസേഴ്സാണ് അവരൊക്കെ ആ ഒരു കാര്യങ്ങൾ ചെയ്തപ്പോൾ അതിന് വാർത്ത കൊടുക്കാത്ത, അല്ലെങ്കിൽ അതിന് ഇത്രയും ഹൈപ്പ് കൊടുത്തിട്ടുണ്ടാവും വല്ല മൂലയ്ക്കൊക്കെ. പക്ഷെ സത്യം പറയാലോ, ഞാൻ മെയിൻ സ്ട്രീം ചാനലിൽ നിന്ന് ഇതുവരെ അങ്ങനത്തെ ഒരു ന്യൂസ് കണ്ടതിനേക്കാളും ഞാൻ ഈ റിയാക്ഷൻസ് ഒക്കെ ചെയ്യുന്ന സീക്രട്ട് ഏജൻറ്റ്, ഈഗിൾ, അതുപോലെ ഹെലൻ ഓഫ് സ്പാർട്ട, ഇവരൊക്കെ സംസാരിച്ച് പ്രതികരിച്ചതിൽ നിന്നാണ് ഞാനതൊക്കെ കാണുന്നത്. കാരണം സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ഓരോരുത്തർക്കും ഒരു പേടിയാണത്. അപ്പം നമ്മൾ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കും. ഐറ്റങ്ങൾ കുറേ ആണുങ്ങൾ അതിനകത്ത് ഇരുന്ന് അതിൻ്റെ പിന്നാലെ പോയി കണ്ടുപിടിച്ച് അതിങ്ങനെ ഇട്ട് തന്നപ്പോൾ പോലും അതങ്ങോട്ട് എടുത്തിടാൻ എന്നാ മടിയായിരുന്നു. അവരല്ലേ ഈ പെറ്റി കേസും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്ന് ഇത്ര ഹൈപ്പ് കൊടുത്ത്, അയ്യേ മോശം. നിങ്ങൾക്ക് എന്തെങ്കിലും അസൂയം കുശുമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ കോംപ്ലക്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ പബ്ലിക്കായിട്ട് കാണിക്കുന്നത് ആൾക്കാർക്ക് മനസ്സിലാവില്ലേ നിങ്ങൾക്ക് കോംപ്ലക്സ് ആയതുകൊണ്ടാണ്. നമ്മുടെ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ ഒക്കെ സമയത്ത് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ലൈവായിട്ട് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്നില്ല. അതുപോലെയായിരുന്നു ഹെലൻ ഓഫ് സ്പാർട്ടയുടെ ആ ഒരു വിഷയം. ചെയ്തത് തെറ്റല്ല എന്നൊന്നും ആരും പറയുന്നില്ല, തെറ്റാണ്. അത് പുള്ളിക്കാരത്തിയും അക്സെപ്റ്റ് ചെയ്ത് അതിന് ഫൈനും അടച്ചു. അതിൻ്റെ ശിക്ഷ പുള്ളിക്കാരത്തി ഏറ്റെടുത്ത് പുള്ളിക്കാരത്തി തന്നെ അതിൻ്റെ എന്താണ് അതിൻ്റെ പ്രൊസീജിയർ അതൊക്കെ എല്ലാവരും ചെയ്യുന്ന പോലെ ചെയ്തിട്ട് പോന്നു. പുള്ളിക്കാരത്തിയുടെ പ്രതികരണങ്ങൾ ഇഷ്ടമല്ലാത്ത ആൾക്കാർ എന്താണ്ട് കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ അവസ്ഥയായിരുന്നു. എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്, എന്തൊക്കെയാണ് പറയുന്നത്. ഞാൻ പ്രത്യേകിച്ച് ആരെയും സപ്പോർട്ട് ചെയ്യാനോ അങ്ങനെ അതുകൊണ്ട് റീച്ച് ഉണ്ടാക്കാനൊന്നും വന്നല്ല കേട്ടോ. ഞാൻ വളരെ ഹോണസ്റ്റ്ലി എൻ്റെ ലൈഫിൽ എനിക്കുണ്ടായ ഒരു അനുഭവം പറയാൻ വേണ്ടി വന്നതാണ്. ഈ ഹെലൻ ഓഫ് സ്പാർട്ട എന്ന് പറഞ്ഞ ആള്, ഞാൻ ടിക്ടോക്കിൽ വീഡിയോ ചെയ്യുന്ന സമയത്താണ് പുള്ളിക്കാരത്തിൻ്റെ വീഡിയോസ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഞാൻ നോക്കുമ്പോൾ ഒരു പെൺകുച്ചി അടിപൊളിയായിട്ട് റിയാക്ട് ചെയ്യുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ടിക്ടോക്കിൽ മെസ്സേജ് വരുമ്പോൾ ജാടയാണോ മോളൂസ് ചെയ്യുന്ന കാര്യങ്ങളും വന്ന് ചോദിക്കുമ്പോൾ എനിക്ക് പേടി, ഇനിയിപ്പോൾ എന്നെക്കുറിച്ച് അവരെന്ത് വിചാരിക്കും, ഇങ്ങനെയൊക്കെയുള്ള ടെൻഷൻ. എനിക്ക് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് എനിക്ക് അറിയത്തില്ല. ക്വസ്റ്റ്യൻ മാർക്കായിട്ടേക്കും ഞാൻ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ. പിന്നെ വൺസ് ഒന്ന് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മൾ എന്തെങ്കിലും മോശം പറയുമ്പോൾ നമ്മൾ വിഷമിച്ച് തകർന്ന് ഒരു മൂലയ്ക്ക് പോയിരിക്കുക. ഇങ്ങനത്തെ ഒക്കെ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്.
പിന്നെ പുള്ളിക്കാരത്തിയുടെ ലൈവും വീഡിയോസൊക്കെ കണ്ടു തുടങ്ങി. അപ്പോൾ സത്യം ഞാൻ നീട്ടിക്കൊണ്ടു പോകുന്നില്ല, ഞാൻ പ്രതികരിക്കാൻ പഠിച്ചു. ഞാൻ തെറി പറഞ്ഞൊന്നല്ല പ്രതികരിക്കുന്നത്. എനിക്കറിയാം ഞാൻ എന്തിലാണ് ഇൻഫ്ലുവൻസ് ആവേണ്ടതെന്ന്. പുള്ളിക്കാരത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന രീതിയല്ല പെൺപിള്ളേർക്ക് കാണിച്ചു കൊടുത്തത്. ആ രീതിയല്ല പുള്ളിക്കാരത്തെ ഉദ്ദേശിച്ചത്. അത് ഉപയോഗപ്പെട്ടവർക്ക് അത് മനസ്സിലാവുള്ളൂ. നമ്മളിപ്പോൾ ഒരാൾ തെറി വിളിച്ചാൽ നമ്മൾ തളരരുത്. തിരിച്ച് തെറി അതുപോലെ തന്നെ കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പേരെങ്കിലും അടങ്ങും. എന്താണ് പുള്ളിക്കാരത്തെ ഉദ്ദേശിച്ചത്? അല്ലാണ്ട് ഈ ലോകത്തുള്ള എല്ലാവരും തെറിയും പറഞ്ഞുകൊണ്ട് നടക്കണം എന്നൊന്നല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ നമ്മൾ എന്തിൽ ഇൻഫ്ലുവൻസ് ആവണമെന്ന് നമ്മൾ തീരുമാനിക്കണം. ഞാൻ ഇപ്പം നല്ല ബോൾഡാണ്. അതായത് എൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യാൻ ഞാൻ എല്ലാവർക്കും റെസ്പോണ്ട് ചെയ്യും. എനിക്ക് മെസ്സേജ് അയക്കുന്നവർക്ക് റെസ്പോണ്ട് ചെയ്യുന്ന ആളാണ് ഞാൻ. പക്ഷേ വളരെ ഫോർമലി ഒരു ഫ്രണ്ട്ലി ചാറ്റ് പോലും എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഇല്ല. അതിൻ്റെ പേരിൽ ഒരുപാട് പേർക്ക് എന്നോട് ഇഷ്ടക്കേടുണ്ടാവും. ഫോളോ ചെയ്യുന്നവർ മെസ്സേജ് അയക്കും, ഞാൻ റെസ്പോണ്ട് ചെയ്യും. അവർ അൺഫോളോ ചെയ്ത് പോകാറുണ്ട് എൻ്റെ റെസ്പോൺസ് കാരണം. മോശമായിട്ടുള്ള റെസ്പോൺസ് ആയതുകൊണ്ടല്ല, ചോദിക്കുന്നതിന് മാത്രം റിപ്ലൈ കൊടുക്കും. ജസ്റ്റ് ഒരു ഹലോ പറഞ്ഞ ഒരു ഹായ് ഹലോ, അത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ അപ്പുറത്തേക്ക് പോകാണ്ടായിരിക്കും അവർക്ക് ദേഷ്യം വന്നിട്ട് അവർ അൺഫോളോ ചെയ്ത് കളയും. സിമ്പിൾ. എനിക്ക് അങ്ങനെയുള്ള ഫോളോവേഴ്സിന്, അങ്ങനെ ഫോളോ ചെയ്യുന്ന ആൾക്കാരെ എനിക്ക് വേണ്ട. ഇപ്പം എന്നെ ഫോളോ ചെയ്തിട്ട് ഫോളോ ബാക്ക് എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുന്ന ആൾക്കാരുണ്ട്. ഞാൻ ഒരാളുടെ കണ്ടന്റ് ഇഷ്ടപ്പെട്ട് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാൾ എന്നെ ഫോളോ ബാക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ നോക്കൂല കേട്ടോ. എനിക്ക് ഒരാളുടെ കണ്ടന്റ് കിട്ടണമെങ്കിൽ അയാളെ ഞാൻ ഫോളോ ചെയ്യണം. അപ്പം എനിക്ക് അയാളുടെ കണ്ടന്റ് വരും. അതാണ് എൻ്റെ ആവശ്യം. അല്ലാണ്ട് അയാൾ ഫോളോ ബാക്ക് എന്നെ ചെയ്യുന്നുണ്ടോയെന്ന് ഞാൻ എന്തിനാണ് നോക്കുന്നത്? അതുപോലെ തന്നെ എൻ്റെ കണ്ടന്റ് വേണമെന്നുള്ളൊരു ഫോളോ ചെയ്താൽ മതി. താല്പര്യമില്ലാത്തവർക്കൊക്കെ അൺഫോളോ ചെയ്ത് പോവാം. ഞാൻ സത്യമായിട്ടും ലൈക്കിനും റീച്ചിനും വേണ്ടി ചെയ്യുന്നില്ല. എനിക്ക് വളരെ ജെനുവിൻ ഫോളോവേഴ്സ്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവർ, അവർ മാത്രം മതി. കോഴിത്തരം കാണിക്കാൻ പറ്റുന്നവർ വേണ്ട. ഇപ്പം ഇത് ഞാൻ ഇവിടെ ഇരുന്ന് പറയുന്നുണ്ടെങ്കിൽ ആ പുള്ളിക്കാരത്തിയായിരുന്നു എന്നെ ഫസ്റ്റ് ഇൻഫ്ലുവൻസ് ചെയ്തത് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ. സോ ഞാൻ ഇൻഫ്ലുവൻസ് ചെയ്തതിൽ ഞാൻ ആ ഒരു വ്യക്തിയുടെ റിയാക്ഷൻസ് കണ്ട് നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ആയവരിൽ ഒരാളാണ്. ഞാൻ എൻ്റെ രീതിയിൽ റിയാക്ട് ചെയ്യുന്നു. എൻ്റെ രീതിയിൽ എൻ്റെ അടുത്ത് ഇൻബോക്സിൽ മെസ്സേജ് അയക്കുന്നവർക്ക് എൻ്റെ രീതിയിൽ ഞാൻ റിപ്ലൈ കൊടുക്കും. തെറി വിളിക്കേണ്ട വന്നാൽ വിളിക്കും. പിന്നെ കേസ് കൊടുക്കേണ്ട വന്നാൽ കേസ് കൊടുക്കും. എക്സ്പോസ് ചെയ്യേണ്ട വന്നാൽ എക്സ്പോസ് ചെയ്യും. ഞാൻ എക്സ്പോസ് ചെയ്തിട്ടുണ്ട് സ്റ്റോറിയൊക്കെ ഇട്ടിട്ട്. അപ്പം എൻ്റെ അടുത്ത് പറയണവർക്കൊക്കെ അവരുടെ മെസ്സേജ്, അതായത് എൻ്റെ അടുത്ത് ചോദിക്കുന്നവർക്കൊക്കെ അവരുടെ ഫോട്ടോയും ഒക്കെ ഞാൻ അയച്ചു കൊടുക്കും. കാണട്ടെ, നാട്ടുകാരൊക്കെ കാണട്ടെ എന്ന് വെച്ചിട്ട്. സോ ഈ ഒരു ധൈര്യമൊക്കെ എനിക്ക് തന്നത് പുള്ളിക്കാരത്തിയാണ്. അതുപോലെ എന്തെങ്കിലും ഒരു ന്യൂസൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ചുരുക്കം എനിക്ക് മൊത്തത്തിൽ ന്യൂസ് ചാനലൊക്കെ പോയിരുന്ന് കുത്തിരുന്ന് കാണാനും അവരുടെ ചർച്ച മൊത്തം കാണാനൊന്നും എനിക്ക് സമയം ഉണ്ടാവില്ല. എന്തെങ്കിലും ഒരു ഇൻസിഡൻ്റ് ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതെന്താ സംഭവം എന്നറിയാൻ വേണ്ടി ഞാൻ നേരെ പോയി സെർച്ച് ചെയ്യുക. സീക്രട്ട് ഏജൻറ്റ് പുള്ളിക്കാരൻ അതിനകത്ത് ചുരുക്കി അടിപൊളിയായിട്ട് സംഭവം അതിനകത്ത് പറഞ്ഞിട്ടുണ്ടാവും. അതിനകത്തൊരു ചുരുക്കം നമുക്ക്, ഞാനത് സ്പീഡിലിട്ട് ഞാൻ ഹെഡ്സെറ്റ് വെച്ച് കേട്ട് വർക്കിന് പോകണ വരെ ഞാനത് കേൾക്കുമ്പോൾ എനിക്ക് ആ ഒരു സംഭവത്തെക്കുറിച്ച് എനിക്ക് അറിയാൻ പറ്റും. ആരെങ്കിലും ചോദിച്ചാൽ എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റും. കാരണം പുള്ളി അതിനകത്ത് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്ത് അടിപൊളിയായിട്ട് അതിനകത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവും. സോ ഇതൊക്കെ നമ്മളെപ്പോലുള്ള പ്രവാസികൾക്ക് നല്ല ഹെൽപ്ഫുള്ളാണ്. എന്നും പറഞ്ഞാൽ നിങ്ങൾ ഇതിനെ കോംപ്ലക്സ് അടിക്കണേ ഈ മെയിൻ സ്ട്രീം ചാനലുകളോടാണ്. നിങ്ങൾ വിട്, നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്ത് നന്നായിട്ട് പോകും. നിങ്ങളെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. ശരി.